കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണാവോ ഭഗവാൻ കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. നമുക്ക് പോയി നോക്കാം. അങ്ങനെ പോയി നോക്കി ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദക്ഷിണം ചെയ്യാം. അത് കഴിഞ്ഞ് നേരെ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വരാം. ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും അതിന് മുകളിലേക്ക് നോക്കിയ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഭഗവാന്റെ ആ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കെടാവിളക്കും കാണാം. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് വലതുവശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയൊരു മരം കാണാണ്ട് ആൽമരമാണ്. ആ മരത്തിൻ്റെ മുകളിൽ നിറയെ ശിഖരങ്ങളുണ്ട്. 4-5 ശിഖരങ്ങളൊക്കെ അങ്ങനെ കളപം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അടിയിലത്തെ കൊമ്പിൻ്റെ മുകളിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അത് അങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ കാൽപാദങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. കാൽത്തളകൾ കാണാണ്ട് നല്ല സുന്ദരനായൊരു കുട്ടി. അങ്ങനെ ആ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കി അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട് മാറത്തൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു ഗോപീതിലകം, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 കൈയിലും കൂടി പൊന്നോടക്കുഴലിങ്ങനെ ചുണ്ടോട് ചേർത്ത് വേണുഗാനം പൊഴിക്കുക കേട്ടോ. കളഭം കൊണ്ട് 3 പീലി ചാർത്തിയിട്ടുണ്ട്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ചെറിയ ഉണ്ണിയാണ്, അത്യാവശ്യം നല്ല തടിയൊക്കെ ഉള്ള ഒരു ഉണ്ണിയാണ്. അപ്പോൾ ആ ഒരു താഴത്തെ കൊമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ വേണു ഊതുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ തിരുമുടിമാല 2 ഉണ്ട്. അതും തെച്ചിപ്പൂവും തുളസിപ്പൂവും കൂടിയതും, വെളുത്ത പൂവും തുളസിപ്പൂവും കൂടിയതും. പിന്നെ വലിയൊരു ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ തെച്ചി, തുളസി, വെളുത്ത പൂവ്, താമര ഒക്കെ പാടെ ചേർത്ത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ബാക്കിയുള്ള കൊമ്പുകളൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ അതാ വസ്ത്രങ്ങൾ, ഗോപികമാരുടെ വസ്ത്രങ്ങൾ, സാരിയും അങ്ങനത്തെ ബ്ലൗസും ഒക്കെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഗോപികകളുടെ വസ്ത്രമൊക്കെ എടുത്തു കൊടുന്ന് വെച്ചിട്ട് മൂപ്പര് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറയണ. എന്നിട്ട് ആ പാട്ട് പാടുകയാണ്, ആ ഓടക്കുഴൽ വിളിക്കുകയാണ്. അതാണ് ആ കള്ളത്തരത്തിൻ്റെ കളിയാണ് കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കി കാണുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഉണ്ണിക്കണ്ണനെ കാണുന്നത്. ഗുരുവായൂരപ്പൻ്റെ ഒരു ചതുർബാഹുവായ വിഗ്രഹത്തിലാണ് ഇന്നിപ്പോൾ ആലിൻ്റെ മുകളിൽ കയറിയിട്ട് ഇരുന്ന് പൊന്നോടക്കുഴൽ വിളിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ്. വളരെ മനോഹരമായ ദൃശ്യം. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ നോക്കിയിട്ട് ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഉണ്ണിയെ കണ്ട് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു കടാക്ഷം ലഭിക്കും. അങ്ങനെ വന്ന് നമ്മൾ അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും അതേപോലെ തന്നെ ചുവരിൻ്റെ മുകളിലുള്ള ചെറിയ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ ചെറിയ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിർ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നീട് വാമനനെയും ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കണ്ട് തൊഴുത് നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനെയൊക്കെ കണ്ടു തൊഴാം.
പിന്നീട് അങ്ങനെ വന്ന് മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ കണ്ട് തൊഴുത് മുകളിലേക്ക് കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തി അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. നമ്മൾ മമ്മിയൂർ പോകുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഉണ്ണീനെ ഒന്നുകൂടി കണ്ട് തൊഴാം, നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ കൂത്തമ്പലത്തിൽ വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടെ പ്രദർശനം ചെയ്ത് വന്നിട്ട് നേരെ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യുക. പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനിയും പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിൽ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. പിന്നെ തെക്കേ നടയിൽ വന്ന കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യാം. പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിയെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കൂടി നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.